പാർലമെന്റ് ഭീകരാക്രമണ കേസ് പ്രതി അഫ്സൽ ഗുരുവിനെ ന്യായീകരിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി നേതാവ് ഫൗസിയ ആരിഫ് പ്രസംഗം നടത്തിയിരിക്കുന്നു. അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയത് പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമെന്നാണ് വെൽഫെയർ പാർട്ടി വനിതാ നേതാവ് കൂടിയായ വുമൺ ജസ്റ്റിസ് മൂവ്മെൻറ്റ് സംസ്ഥാന സെക്രട്ടറി ഫൗസിയ ആരിഫ് പറയുന്നത്. ആ പ്രസംഗം നമ്മൾ നേരത്തെ സംപ്രേഷണം ചെയ്തതാണ്. SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച SDPI നടത്തിയ പരിപാടിയായിരുന്നു ഇത്. എങ്ങനെയാണ് ഗോകുൽ എങ്ങനെയാണ് ഈ SDPI ദേശീയ അധ്യക്ഷനെ കള്ളപ്പണക്കേസിൽ പിടികൂടിയതിനെതിരെ നടന്ന ഒരു യോഗം, അവിടെ ആ യോഗത്തിൽ എങ്ങനെയാണ് അഫ്സൽ ഗുരു ഒരു ചർച്ചാ വിഷയമാവുക? ഇത് ഫൗസിയ മനഃപൂർവ്വം ഇത് നേരത്തെ പറയാൻ വേണ്ടി നിശ്ചയിച്ചതാണോ, അല്ല എങ്കിൽ ഈ അഫ്സൽ ഗുരുവിനെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം, അല്ലെങ്കിൽ അഫ്സൽ ഗുരുവിനോട് താരതമ്യം ചെയ്തുകൊണ്ട് SDPI ദേശീയ നേതാവിനെ താരതമ്യം ചെയ്തതാണോ? എന്താണ് ഇത്തരത്തിലൊരു പരാമർശത്തിലേക്ക് എത്താൻ കാരണം ഗോകുൽ? ഈ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരമേറ്റതിനു ശേഷം തീവ്രവാദ സംഘടനകൾക്കെതിരെ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിന്റെ ഭാഗമായിട്ട് പോപ്പുലർ ഫ്രണ്ടിനെയും അവരുടെ അനുബന്ധ 5 സംഘടനകളെയും ഒക്കെ നിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ കക്ഷിയാണ് SDPI എന്നതിൽ ആർക്കും തർക്കമുണ്ടാകുമെന്ന് കരുതുന്നില്ല. അതുമൊക്കെയായി ബന്ധപ്പെട്ട് ഈ SDPIയുടെ ദേശീയ നേതാക്കളൊക്കെ നേരത്തെ തന്നെ കേന്ദ്ര ഏജൻസികളുടെയൊക്കെ നിരീക്ഷണത്തിനുമായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് SDPIയുടെ ഓഫീസുകളിൽ വ്യാപകമായ റെയ്ഡ് നടക്കുന്നു. ഡൽഹിയിലും കേരളത്തിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ റെയ്ഡ് നടക്കുന്നുണ്ട്. SDPIയുടെ നേതാക്കന്മാരെ അവരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് റെയ്ഡ് നടക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് SDPIയുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള MK ഫൈസിയെ പലതവണ കേന്ദ്ര അന്വേഷണ ഏജൻസി നോട്ടീസും നൽകി അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകാൻ പറയുന്നത്. പക്ഷേ ആ ഘട്ടത്തിലൊന്നും അയാൾ ഹാജരാവാതെയാണ് ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസി ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. ഇതിനെ തുടർന്ന് SDPI വിവിധ മേഖലകളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനമാണ് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നു. അങ്ങനെ പ്രവർത്തനം സംഘടിപ്പിക്കുന്ന സമയത്ത്, പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്ന സമയത്ത് അതിലേക്ക് SDPIയോട് ചേർന്ന് നിൽക്കുമെന്ന് അവർക്ക് തോന്നുന്ന സംഘടനകളെയൊക്കെ അവർ ക്ഷണിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് വെൽഫെയർ പാർട്ടിയെ ക്ഷണിക്കുന്നത്. വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയാണ്. അങ്ങനെ വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധിയെ അങ്ങോട്ടേക്ക് വരുന്നത് വെൽഫെയർ പാർട്ടിയുടെ വനിതാ വിഭാഗമായിട്ടുള്ള വുമൺ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഫൗസിയ ആരിഫാണ്. ആ രീതിയിൽ വലിയ രീതിയിലുള്ള പ്രസംഗം അവർ നടത്തുകയാണ്. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ നടത്തുന്നു. കേന്ദ്ര സർക്കാരിനെതിരെ പറയുന്ന ആളുകളെ പിടിച്ച് ജയിലിടുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതെന്ന് മനസ്സിലാക്കുന്നു. അതാണ് ചെയ്യുന്നത് എന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ നടത്തുന്നു. മുമ്പും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് വിവിധ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നു. അങ്ങനെയാണ് ഒരു 1 by 1 ആയിട്ട് ഒരു ചെയിൻ എന്ന പോലെയാണ് ഈ പറയുന്ന അഫ്സൽ ഗുരുവിലേക്ക് എത്തുന്നത്. നോക്കൂ, അഫ്സൽ ഗുരുവിനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കുറ്റം തെളിയിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ പൊതു താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയെന്ന രീതിയിലുള്ള പരാമർശത്തിലേക്കൊക്കെ എത്തുന്നു. ഇപ്പോൾ അവർ സംഘടിപ്പിക്കുന്നത് NDA സർക്കാരിന്റെ പേരിൽ, അല്ലെങ്കിൽ NDA സർക്കാരിനെതിരെയാണ് പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നതെങ്കിലും അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് UPA ഗവൺമെന്റ് ആയിരുന്നു അധികാരത്തിൽ. ഒരു പക്ഷേ ഫൗസിയ ആരിഫ് അത് വിട്ടുപോയതായിരിക്കാം. NDA സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യത്തിലും ഈ അഫ്സൽ ഗുരുവിനെയും NDA സർക്കാരിന്റെ കാലത്താണ് തൂക്കിലേറ്റിയെന്നൊരു തെറ്റിദ്ധാരണ അവർക്ക് വന്നിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിൽ BJP വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. കാരണം 2001 പാർലമെന്റിലേക്ക് അക്രമം നടത്തുന്നത്. അന്ന് LK അദ്വാനി ഉൾപ്പെടെയുള്ള BJPയുടെ നേതാക്കന്മാർ, അന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്നു LK അദ്വാനി, അദ്ദേഹം പാർലമെന്റിന് അകത്തുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ 5ഓളം വരുന്ന തീവ്രവാദികൾ ബോംബാക്രമണം നടത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇവരുടെ കുറ്റം നീണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ശിക്ഷ നടപ്പിലാക്കുന്നത് നീണ്ടുപോകുന്നതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, പ്രക്ഷോഭങ്ങൾ പാർലമെന്റിന് അകത്തും പുറത്തും BJP നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് UPA സർക്കാർ ഭരിക്കുന്ന സമയത്ത് തന്നെയാണ് അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അത് ഫൗസിയ ആരിഫ് പറഞ്ഞ പോലെ ഒരിക്കലും വളരെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നില്ല. അത് നീണ്ടുപോകുന്നതിനെതിരെ BJP ഉൾപ്പെടെയുള്ള ദേശീയ രാഷ്ട്രീയ കക്ഷികൾ പ്രക്ഷോഭവും പ്രതിഷേധവും ഒക്കെ സംഘടിപ്പിച്ചിരുന്നു. ഒരു 12 വർഷത്തെ പാർലമെന്റ് അക്രമം നടത്തിയതിനു ശേഷം 12 വർഷം കഴിഞ്ഞതിനു ശേഷമാണ് അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റുന്ന സാഹചര്യം ഉണ്ടായത്. കൃത്യമായ നിയമപരിശോധനകളും കാര്യങ്ങളും ഒക്കെ അതിനിടയിൽ നടന്നു. നേരത്തെ നിയമവിദഗ്ധനും ഒക്കെ ആയിട്ടുള്ള ജോർജ് ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചതും അത് തന്നെയാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള ആളുകളുടെ പരാമർശങ്ങളെ സുവമോട്ടോ പ്രകാരം കേസെടുക്കേണ്ടതാണ്, അവർക്കെതിരെ കൃത്യമായി വിചാരണ നടത്തേണ്ടതാണ് എന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തുന്നു. പക്ഷേ കേരളത്തിനകത്ത് ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്താനും അതിന് സ്വീകാര്യത ലഭിക്കുന്നതും ചെയ്യുന്ന സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതാണ് ഈ ഫൗസിയ ആരിഫിനെ പോലെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള പ്രസംഗം നടത്തുന്നതിൽ നമുക്ക് മനസ്സിലാവുന്നത്. SDPIയുടെ ദേശീയ അധ്യക്ഷനെ കള്ളപ്പണ കേസിൽ ED അറസ്റ്റ് ചെയ്യുന്നു. അതിന്റെ പേരിൽ വിവിധ മുസ്ലിം സംഘടനകളൊക്കെ ഒന്നിച്ച്
ചേർന്ന് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് പോലും മുമ്പ് രാജ്യത്തിനെതിരെ നടത്തിയിട്ടുള്ള പാർലമെന്റിനെതിരെ നടത്തിയിട്ടുള്ള ഭീകരവാദ പ്രവർത്തനത്തിന്റെ പേരിൽ തൂക്കിലേറ്റപ്പെട്ടിട്ടുള്ള ആളുകളെ വലിയ മഹത്വവൽക്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് ഭരണകൂടത്തിന്റെ ഇരയാണ് എന്ന രീതിയിലുള്ള വാദങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്നു. പക്ഷേ അത് കേരള ഗവൺമെന്റ് പോലീസുകാരോ ഒന്നും കാണാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത്തരത്തിലുള്ള അന്തരീക്ഷത്തിൽ കൂടിയാണ് നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിനകത്തെ പോലീസ് സംവിധാനം മുന്നോട്ടേക്ക് പോകുന്നത് എന്നുള്ളത് അപലപനീയമായ ഒരു കാര്യം തന്നെയാണ്. അതിനെതിരെ വിമർശനങ്ങൾ എന്തായാലും ഇതിനോടകം രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ പാർലമെന്റിന് നേരെ നടന്ന അക്രമത്തിന്റെ പേരിൽ സുപ്രീം കോടതിയുടെ വിധിപ്രകാരം അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ അനുമതിയോടെ തൂക്കിലേറ്റിയ അഫ്സൽ ഗുരുവിനെ ന്യായീകരിച്ചുകൊണ്ടാണ് കേരളത്തിൽ SDPI സംഘടിപ്പിച്ച പരിപാടിയിൽ ഒരു വനിതാ നേതാവ് ഫൗസിയ അനുകൂലിച്ച് പ്രസംഗം നടത്തിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ K. വേണുഗോപാൽ.